വാട്ടർ പ്രൂഫിംഗ് എവിടെയൊക്കെ ചെയ്യണം? അതായത് കോൺക്രീറ്റിൽ എവിടെയെല്ലാം മഴവെള്ളം വീഴുന്നുണ്ടോ, എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യണം. പ്രധാനമായിട്ട് ഓപ്പൺ ടെറസ്, അതുപോലെ തന്നെ ബാത്റൂമുകളിൽ ഈ വെള്ളം വീഴുന്ന ഏരിയയായ നമുക്ക് സങ്കൺ സ്ലാബുകളെല്ലാം ചെയ്തിട്ടുണ്ടാവും. ആ സങ്കൺ സ്ലാബിൽ എന്തായാലും ഇതിനകത്തുള്ള വാട്ടർ പ്രൂഫിംഗ് നടത്തണം. അതുപോലെ തന്നെ മെയിൻ ഡോറ് വെക്കുമ്പോൾ അതിൻ്റെ താഴെ ചെറിയൊരു കർബ് പോലെ ഇട്ടുണ്ടാവും, അതിൻ്റെ താഴെ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യണം. ഓപ്പൺ ടെറസിൽ വെള്ളം വീണ് നമ്മൾ ബിൽഡിംഗ് ഇതിൻ്റെ വോള് കിട്ടുമ്പോൾ അതിനകത്ത് നമ്മൾ കർബ് പോലെ സെറ്റ് ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ വോള് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യണം. പിന്നെ അതുപോലെ വാട്ടർ ടാങ്ക്, സ്വിമ്മിംഗ് പൂള്, പിന്നെ പ്രധാനമായിട്ട് ചെയ്യേണ്ടതാണ് സെപ്റ്റി ടാങ്ക്. ഈ സെപ്റ്റി ടാങ്ക് എന്ന് ഒരു കാരണവശാലും ലീക്കേജ് വരാൻ സമ്മതിക്കാൻ പാടില്ല. കാരണം അത് നമ്മുടെ ഹെൽത്തിനും മറ്റുള്ളവരുടെ ഹെൽത്തിനും ഇഷ്യൂ ആക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് എന്തായാലും വാട്ടർ പ്രൂഫാക്കി നിർത്തണം. അതിനുവേണ്ടി നമ്മൾ വാട്ടർ പ്രൂഫിങ് യൂസ് ചെയ്തേ പറ്റൂ. ഇത്ര ഏരിയയിലാണ്. പിന്നെ അതുപോലെ തന്നെ പൈപ്പ് ഇറക്കുന്ന സമയത്ത്, അതായത് കോർ കട്ട് ചെയ്ത സ്ഥലത്ത് ഔട്ടറിൽ നമുക്ക് വാട്ടർ പ്രൂഫിങ് പക്കയായി ചെയ്തിട്ട് എടുക്കണം. ഇല്ലെങ്കിൽ അതൊക്കെ ഫ്യൂച്ചറിൽ ഡാമേജ് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്.